ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് സിമ്പതി? സിമ്പതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, സഹതാപം. മറ്റുള്ളവരുടെ ജീവിത അവസ്ഥകളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടിൽ നമുക്ക് അവരോട് തോന്നുന്ന ഫീലിങ്സ് ആണ് സിമ്പതിയും എമ്പതിയും. രണ്ടും തമ്മിൽ സാമ്യമുണ്ട്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പതി നല്ല വികാരം തന്നെയാണ് സിമ്പതി, പക്ഷെ അതിന് ചില ന്യൂനതകളുണ്ട്. ന്യൂനത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ളൊരു പ്രേരണയുണ്ടാകും. കാരണം ഒരാളൊരു പ്രയാസം നമ്മളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ജീവിത സാഹചര്യത്തിലെ ഒരു ബുദ്ധിമുട്ട്, പ്രയാസമൊക്കെ നമ്മൾ കാണുമ്പോൾ, ആ സാഹചര്യത്തിൽ നമുക്ക് ആ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ ആ സിറ്റുവേഷന് പുറത്ത് നിൽക്കുന്ന ആളായിട്ട് ചിന്തിക്കുന്ന രീതിയാണ് സിമ്പതി. അന്നേരമാണ് ആ സിറ്റുവേഷന് അകത്തല്ല നമ്മൾ, അതിന് പുറത്താണ് നമ്മൾ. ആ രീതിയിൽ നമ്മളുടെ മനോഭാവം, നമ്മളുടെ ചിന്ത വരുമ്പോഴാണ് സിമ്പതി എന്നുള്ള വികാരം ഉണ്ടാകുന്നത്. ആ സിമ്പതിയുടെ ഏറ്റവും വലിയ ന്യൂനത അതാണ്. പൂർണ്ണമായിട്ട് നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യൂനത. എന്നാൽ എമ്പതിയുടെ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, അതും മറ്റൊരാളുടെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് തോന്നുന്ന ഫീലിങ്സ് തന്നെ. വ്യത്യാസം ആ ഫീലിങ്സിൽ കെയറിങ് കൂടെ വരും. മറ്റൊരാളുടെ ഷൂവിൽ നിന്ന് ചിന്തിക്കണമെന്ന് പറയാറില്ലേ? നമ്മൾ നമ്മളുടെ ഒരു തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ പലപ്പോഴും മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. അപ്പോൾ അവരുടെ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആ ആളിൻ്റെ വിചാരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലായി നമ്മൾ പ്രതികരിക്കുന്നതാണ് എമ്പതി, സഹാനുഭൂതി, അതായത് ഒരു തന്മയീഭാവം. ഇതൊക്കെയാണ് എമ്പതിയിൽ വരുന്നത്. ഞാൻ എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം. ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 150ഓളം പേരുള്ള ഒരു പ്രോഗ്രാമാണ്, 1 ഡേ ട്രെയിനിങ് ആണ്. എനിക്ക് അന്ന് ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട്. ഉച്ച കഴിഞ്ഞ് ചെറിയൊരു ചുമയൊക്കെ ആയി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ എന്നിട്ടും ഞാൻ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്ത് ഒരു ദയനീയ ഭാവമുണ്ട്. കാരണം എൻ്റെ ആ ശാരീരികമായ ബുദ്ധിമുട്ടിൽ എന്നോട് അവരെല്ലാം സഹതാപം കാണിക്കുന്നുണ്ട്. അവരുടെ സിമ്പതി എനിക്ക് അവരുടെ മുഖത്ത് കാണാം. പക്ഷേ അവരിൽ ഒരാൾ പുറത്തുപോയി ചൂടുവെള്ളവുമായി വന്നു, എന്നെ സഹായിച്ചു. ശരിക്കും ആ കൊണ്ടുതന്ന ചൂടുവെള്ളമാണ് ആ ക്ലാസ് വിജയകരമായി എനിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതാണ് എമ്പതി. കാരണം എന്താണെന്നറിയാമോ? അത് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ടായി, പക്ഷേ അദ്ദേഹത്തിന് അതിനകത്ത് കെയറിങ് വന്നു. കാരണം അദ്ദേഹം എൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന്, എൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് ചിന്തിച്ചു. അദ്ദേഹവും പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പ്രാസംഗികന് വരുന്ന ബുദ്ധിമുട്ട്, ത്രോട്ട് ഇഷ്യൂ ഉള്ള സമയത്ത് സംസാരിക്കാൻ വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതാണ് എമ്പതി. അപ്പോൾ ഞാൻ ഇന്ന് ഈ വിഷയം ഇന്നിവിടെ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം കേവലം 2 വാക്കുകൾ, സിമ്പതി എമ്പതി, അത് പറയുക എന്നുള്ളതല്ല. ഇതിൽ ഏത് വികാരമാണ്, ഏത് മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? നമ്മൾ വളർത്തിയെടുക്കേണ്ട മനോഭാവം എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡാണ്. അതിൻ്റെ മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മറ്റുള്ളവരെ കൂടുതലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നല്ലൊരു ശ്രോതാവാകും. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ആളുകൾക്ക് അവരുടെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നല്ലൊരു കേൾവിക്കാരനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും പോലും കാര്യമായി സംസാരിക്കുന്നില്ല. കുടുംബത്തിൽ അച്ഛനും മക്കളും പോലും കാര്യമായി സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ്. ഓരോരുത്തരും അവരവരുടെ തുരുത്തിലാണ്. സുഹൃത്തുക്കളുമായി നമ്മൾ കാണുന്ന സമയത്ത് അവരവരുടെ ഫോണിൽ പരതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല കേൾവിക്കാരെ കിട്ടുന്നില്ല, വിഷമങ്ങൾ പറയാൻ പറ്റുന്നില്ല, സന്തോഷം പങ്കുവെക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ ആധുനിക ജീവിതത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ നല്ലൊരു ലിസണർ ആണെങ്കിൽ, ആൾക്കാരെ കേൾക്കുന്ന ആളാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് നല്ല ബന്ധങ്ങളുണ്ടാകും. ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് പണമോ പദവിയോ അല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മനുഷ്യബന്ധങ്ങളാണ്. അതിന് തുല്യം മറ്റൊന്നും തന്നെയില്ല. അപ്പോൾ നല്ല ബന്ധങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും, പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്കൊക്കെ വളരെയധികം നേട്ടങ്ങളുണ്ടാകും. എവിടെ നിന്ന്, ആരുടെ ഭാഗത്ത് നിന്ന്, എങ്ങനെയാണ് നാളെ നമുക്കൊരു സഹായം കിട്ടുന്നത്, ഒരു ഹെൽപ്പ് കിട്ടുന്നത്, ഒരു പിന്തുണ കിട്ടുന്നത് എന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ബന്ധത്തിൻ്റെ പ്രാധാന്യം. ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലും ഒരു കൈ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഒരു എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മളൊക്കെ മാറട്ടെ. എല്ലാവർക്കും ആ ഒരു മനോഭാവം ഉണ്ടാകട്ടെ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവരുടെ തലത്തിൽ ഇറങ്ങി നിന്ന് ചിന്തിക്കാനും കാണാനും മനസ്സിലാക്കാനും എല്ലാവർക്കും കഴിയട്ടെ. അതിലൂടെ നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.